ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും ത്വം നമാമി. രാമായണ മാസമാണല്ലോ. ഇന്ന് നമുക്ക് അയോധ്യാകാന്ഡത്തിലെ വാൽമീകി ആശ്രമ പ്രവേശനത്തിൽ അതിലെ ചില വരികൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് കാട്ടാളൻ്റെ പത്നിയെ പറ്റിയാണ്. കാട്ടാളൻ്റെ ഭാര്യ, ആ കാട്ടാളത്തി എല്ലാവർ അവർ വളരെ മഹത്വമുള്ള സ്ത്രീരത്നമാണ്. ദിവ്യത്വം നിറഞ്ഞു തുളുമ്പുന്ന സ്ത്രീരത്നമാണ്. പുറമേക്ക് കാട്ടാള ജീവിതം നയിച്ചാലും കാട്ടാളത്തി ജീവിതം നയിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദിവ്യത്വം നിറഞ്ഞു തുളുമ്പുന്ന സംസ്കാര സമ്പന്നയായ ഒരു അപൂർവ സ്ത്രീരത്നമാണ്. അത് നമുക്ക് കാട്ടാളൻ്റെ സംശയം തീർത്തു കൊടുക്കുന്ന മറുപടിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയും അതിദിവ്യമായ വളരെ ഗംഭീരമായ ഒരു ശാസ്ത്രീയ തത്വമാണ് കാട്ടാളന് മറുപടിയായി കൊടുക്കുന്നത്. ഏതായാലും നമുക്ക് ആ വരികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഇത് മനോഹരമായിട്ട് ചൊല്ലുന്നത് ഗീതാചാര്യയും കോളേജ് അധ്യാപികയുമായ ശ്രീമതി സുഗത ബൽരാജാണ്. അവർ MHES കോളേജിലെ വടകരയിലുള്ള കോളേജാണ്, അതിലെ അധ്യാപികയാണ്. നമുക്ക് ആ വരികൾ ഒന്ന് ശ്രദ്ധിക്കാം. സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്ന് നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു ഭരിച്ചേൻ ദിജന്മാരോടും എത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ധയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനാഘോര മഹാവനെ ദൃഷ്ട്വാ സസംഭ്രമം എന്നോടരുൾ ചെയ്തു. തിഷ്ഠ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകെന്ന് തുഷ്ടാമുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവർകളോ ഇഷ്ടം അധികം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുദ്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുട എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകത്തൊട്ടു വാങ്ങിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്നുമൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സംശയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി.
തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിടുമോ? അൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണം എന്ന് ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാൻ. നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനോ താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധന സംഗമാഹേതുന ശുദ്ധമായി വന്നിതൻ അന്തഃകരണവും തെക്വാദനുശരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധോ. ദുർഗതി സാഗരമഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്ധതം സ്വസ്ഥസ്തു ചിത്തശുദ്ധി സദൈവസ്തുതേ. സദ്യഫലം വരും സജ്ജന സംഗമാ ദിത്തിജനാനാം മഹത്വമേതോ ദൃശം. സദ്യഫലം വരും സജ്ജന സംഗമാ ദിഗ്ധിജനാനാം മഹത്വമേതോ ദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്ന സംഗമാ ദിഗ്ധിജനാനാം മഹത്വമേതോ ദൃശം. സദ്യഫലം വരും സജ്ജന സംഗമാ ദിഗ്ധിജനാനാം മഹത്വമേതോ ദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മനസ്സേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാതമേനാമിവൻ ദിവ്യാജനത്താൽ ഉപേക്ഷനെന്നാകിലും. രക്ഷരക്ഷേദീ ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദൃഷ്ടോ വിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇത്തമുക്ത്വാ രാമനാമം വർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാൻ. നിത്യം മരാമരേത്വം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുന ഇങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപദാം ഗമിച്ചിടിനാർ. നക്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റം മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ. വാൽമീക മധ്യതയോ നിന്നു ജനിക്കയാളം മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താർ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം ന്യായവേദിയായി ബ്രഹ്മജ്ഞനാഗനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും. അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്ന് സീത സുമിത്രാത്മജാന്മാരോടും നിന്നെ മുതാ കാൺമതിന് അവകാശവും. വന്നീതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണ. നമ്മൾ ആ വരികൾ കേട്ടല്ലോ. മനോഹരമായിട്ട് ടീച്ചർ ആ വരികൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്.
എന്നാൽ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത, ആരും അത്ര പരിഗണിക്കാത്ത ഒരു കഥാപാത്രമല്ലേ കാട്ടാളൻ്റെ ഭാര്യ? അവർ ഒരു സാധാരണ ഭാര്യ, സാധാരണ ഒരമ്മ, കൊടുങ്കാട്ടിൽ ആ കുടിലിൽ സ്വന്തം ഭർത്താവിനും മക്കൾക്കും അവരെ പരിചരിച്ചുകൊണ്ട് ദിവസം തള്ളി നീക്കുന്ന വെറുമൊരു സ്ത്രീ. അത്രയല്ലേ നമുക്കറിയൂ. എന്തിനാണ് അവരെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയേണ്ടത്? അവരുടെ ഈ ഒരു മറുപടി തന്നെ അവരുടെ സംസ്കാരം വിളിച്ചറിയിക്കുന്നില്ലേ? ഒരു കാട്ടാളനെ ഒരു മഹർഷിയാക്കി മാറ്റിയ ഉത്തരം, ഒരു ജീവനെ ബ്രഹ്മമാക്കി മാറ്റിയ ഉത്തരം, ഒരു ജീവബോധത്തെ ആത്മബോധമാക്കി മാറ്റിയ ഉത്തരം പോരെ? ഇതല്ലേ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും അനുഭവിക്കേണ്ടതും? അവരുടെ ആ ഉപദേശം കൊണ്ട്, ഉപദേശമല്ല, അവരുടെ ആ മറുപടി കൊണ്ട് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി എന്ന മഹർഷിയായി മാറി. വാൽമീകി എന്ന മഹർഷിയായി മാറിയതുകൊണ്ട് അപൂർവത്തിൽ അപൂർവം പുണ്യഗ്രന്ഥമായ രാമായണം നമുക്ക് ലഭിച്ചു. ആ രാമായണത്തിലൂടെ ഇന്ന് എത്ര പേരുകൾ, എത്ര ജനങ്ങൾ, എത്ര ആൾക്കാർ ആത്മബോധത്തിൽ എത്തിച്ചേർന്നു. വെറും ഒരു കാട്ടാളത്തിയുടെ, അല്ലെങ്കിൽ വെറും ഒരു കാട്ടാളൻ്റെ ഭാര്യയായ കാട്ടാളത്തിയുടെ മറുപടി കൊണ്ടാണ് നമുക്കിതെല്ലാം സാധിച്ചത്. അവരെ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കണ്ടേ? എത്ര പേർ നമ്മൾ ഓർക്കുന്നുണ്ട്? എത്ര പേർക്കറിയാം ഈ ഒരു ടേണിംഗ് പോയിൻ്റ്? രാമായണത്തിൻ്റെ മുഴുവൻ ടേണിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെറും വേട്ടയാടി ഹിംസ ചെയ്ത് തൻ്റെ ഭാര്യയും മക്കളെയും പോറ്റുന്നതിനപ്പുറം ഒരു ജീവിത ലക്ഷ്യമില്ല എന്ന് ധരിച്ച ഒരു മന്ദബുദ്ധിയെ ഇത്രയും വലിയൊരു മഹർഷിയായിട്ട്, സപ്തർഷി തുല്യനായ ഒരു മഹർഷിയാക്കി മാറ്റിയത് ഈ ഉത്തരമല്ലേ? ചിന്തിക്കേണ്ടതുണ്ട്. മനോഹരമായൊരു ഉത്തരമാണത്, അതിഗംഭീരമായൊരു ഉത്തരമാണത്, വളരെ ശാസ്ത്രീയമായ ഉത്തരമാണ്. ഏത് ജീവനെയും പരമബോധത്തിൽ എത്തിക്കാൻ തരത്തിലുള്ള ഉത്തരമാണ്. ഇത് രത്നാകരൻ അനുസരിച്ചു. ഈ ഉത്തരം അതേമാതിരി ഉൾക്കൊണ്ട്, ഈ മറുപടി അതേമാതിരി ഉൾക്കൊണ്ട് രത്നാകരൻ ഇതനുസരിച്ചതുകൊണ്ട് രത്നാകരൻ എന്ന കാട്ടാളൻ ലോകമാരാധിക്കുന്ന മഹർഷിയായി. കഥ നമുക്ക് അറിയാം. ഇങ്ങനെ നമുക്കും ജീവിതത്തിൽ ഇതേമാതിരി മറുപടി കിട്ടുന്നുണ്ട്. ഇങ്ങനെ മറുപടി കിട്ടുന്നവർ, ഇങ്ങനെ ഉത്തരം തരുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അങ്ങനത്തെ ഭർത്താക്കന്മാർ മഹാഭാഗ്യവാന്മാരാണ്, സംശയമൊന്നുമില്ല. അവർക്ക് പലതും ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. അവർക്ക് വളരെ ഉയരത്തിലെത്താൻ കഴിയും. അവർക്കും ആത്മബോധത്തിലെത്താൻ കഴിയും. ഇവിടെ നമുക്ക് ഈ ലോകം എത്ര പേര് ആ കാട്ടാളി എത്തി ഓർക്കുന്നുണ്ട്? അവർക്ക് എവിടെയും ഒരു മഹർഷിയുടെ ദർശനമോ സാമീപ്യമോ ഭഗവത് ദർശനമോ കിട്ടിയതായിട്ട് എവിടെയും പ്രതിപാദിക്കുന്നില്ല. ശബരിക്ക് ആ പുണ്യവതിക്ക് മഹർഷിമാരുടെ സാമീപ്യം കിട്ടിയിരുന്നു, ഭഗവത് ദർശനമുണ്ടായി. പക്ഷെ ഇവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞിടത്തോളം മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും വെറും ഒരു ദുഷ്ടജീവനെ പുണ്യ ജീവനാക്കി മാറ്റി, ഒരു ദുഷ്ട മനസ്സിനെ ആത്മബോധമുള്ള മനസ്സാക്കി മാറ്റി. സി ഹൗ വണ്ടർ ഇറ്റ് ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അവരെ ഓർക്കണ്ടേ നമ്മൾ? അവരെ നമിക്കേണ്ടേ നമ്മൾ? മറ്റേത് കഥാപാത്രത്തെക്കാട്ടിലും കൂടുതൽ ഒരു ജീവൻ
ആത്മബോധത്തിലേക്ക് ഉയരാൻ കൊതിക്കുന്നു ഒരു ജീവൻ ഇവരെ നമിക്കണം എന്നാണ് ഞാൻ പറയുക. എത്ര മഹത്തായ ഒരു തത്വമാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കതറിയാമെങ്കിലും അവർ ആ ഒരു തത്വം ഉപദേശിച്ചതുകൊണ്ട്, വീണ്ടും പറയട്ടെ, കാട്ടാളനായിട്ടുള്ള രത്നാകരൻ ആത്മബോധത്തിലേക്ക് ഉയർന്നു. ആ ആത്മബോധത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും ആത്മബോധം ഉദിക്കട്ടെ, ഉണ്ടാവട്ടെ എന്ന ഉറച്ച ചിന്താഗതിയിൽ നമുക്ക് തന്ന സമ്മാനമല്ലേ രാമായണം. എത്ര ഭക്തിയോടെ നമ്മളത് പാരായണം ചെയ്യുന്നു. അതിലൂടെ ഒരു സുഖം കിട്ടുന്നു, ഒരു ഭക്തിയുടെ സുഖം. ഒന്നും കൂടി ഉയർന്ന തത്വത്തിലൂടെ പോയവർ അവർ പതുക്കെ ആത്മബോധത്തിലേക്ക് ഉയർന്നു. ലക്ഷ്മണോപദേശം മുഴുവൻ തത്വങ്ങളടങ്ങിയതല്ലേ. ഈ തത്വങ്ങളൊക്കെ സാംശീകരിച്ച് നമുക്കും ആത്മബോധത്തിലേക്ക് ഉയരാൻ കഴിയും. പക്ഷെ ഇവിടെ ഇവർക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടിയോ? ഇവർക്ക് കിട്ടിയ സ്നേഹ ബഹുമാനങ്ങൾ കിട്ടിയോ? ഇല്ല. ഇനി വരുന്ന തലമുറ അത് കൊടുക്കണം. ഇവരുടെ ഈ ഉപദേശമില്ലെങ്കിൽ നമുക്ക് രാമായണം കിട്ടുമായിരുന്നില്ല. നമുക്ക് ആ കഥ അറിയാം, എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. കട്ടിട്ടും മോഷ്ടിച്ചിട്ടും മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടും മാരകമായിട്ട് ഉപദ്രവിച്ചിട്ടും കൊലപ്പെടുത്തിയിട്ടും സ്വന്തം ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഈ കാട്ടാളനെ ഉപദേശിക്കാൻ ആർക്ക് കഴിയും? പതിവുമാതിരി തന്നെ ഭീകരനായ ഈ കാട്ടാളൻ സപ്തർഷികൾ അതിലൂടെ പോകുമ്പോൾ അവരുടെ മേലും ചാടി വീണ് ആക്രമിക്കാൻ തുനിഞ്ഞു. അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള പുറപ്പാട് തുടങ്ങി. സപ്തർഷികൾ പറഞ്ഞു, വരട്ടെ, ഞങ്ങൾക്കുള്ളതൊക്കെ നിനക്ക് തരാം, നീ ഒരു തരത്തിലും ബലം പ്രയോഗിക്കണ്ട. പക്ഷേ നീ ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ, അതിൻ്റെ ബലങ്ങൾ, അതിൻ്റെ ദോഷം, നീ ആർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നുവോ, നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് നീ ഇത്രയും ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയല്ല ഇതെല്ലാം ചെയ്യുന്നു, അവർ കൂടി ഇത് അനുഭവിക്കുമോ, അവർ കൂടി ഇത് അനുഭവിക്കാൻ തയ്യാറാകുമോ എന്നൊന്ന് ചോദിച്ചിട്ട് വാ രത്നാകര. എന്തായാലും രത്നാകരന് സപ്തർഷികളല്ലേ, അവരുടെ വാക്കുകൾക്ക് അത്രയും സ്വാധീനം കാണും. ഉണ്ട്. അതിൻ്റെ സ്വാധീനത്താൽ രത്നാകരൻ നേരെ കുടിലേക്ക് പോയി ഭാര്യയോട് ചോദിച്ചു, ഞാൻ ഈ കട്ടും മോഷ്ടിച്ചും പലതിനെ ഹിംസിച്ചും കൊണ്ടുവരുന്ന ഈ പാപകർമ്മങ്ങൾ നിങ്ങളും അനുഭവിക്കാൻ തയ്യാറാണോ? ഭാര്യ പറഞ്ഞു, ഒരിക്കലും തയ്യാറല്ല. അതെങ്ങനെ ശരിയാവും? അത് ലോക നിയമമേ അല്ല, അങ്ങനെ ഒരു നിയമമേ ഇല്ല. ഞങ്ങളെങ്ങനെ അതിൻ്റെ ഫലം അനുഭവിക്കണം? നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലം നിങ്ങൾ അനുഭവിക്കണം. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിച്ചു മറ്റന്യൻ ഭുജിക്കുമോ? നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിച്ചു മറ്റന്യൻ ഭുജിക്കുമോ? തീർന്നില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇതായിരുന്നു ഭാര്യയുടെ, കാട്ടാളത്തിയായ രത്നാകരൻ്റെ ഭാര്യയുടെ ഉറച്ച മറുപടി. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചു തീരണം. വേറെ ഒരാൾക്കും പറ്റില്ല. നിങ്ങളല്ല, ആരുടെ കാര്യമായാലും ഇത് ശരി, അവനവനും ചെയ്യുന്നതിൻ്റെ ഗുണവും ദോഷവും അവനവൻ തന്നെ അനുഭവിക്കണം. ഇത് ലോകത്തിന് വലിയൊരു പാഠമാണ്
ആ പുണ്യവതി തരുന്നത്. ലോക ജനതയ്ക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഉപദേശമാണത്. വെറും തൻ്റെ ഭർത്താവായ കാട്ടാളനുമായ രത്നാകരന് മാത്രമല്ല, സകല ജീവന്മാർക്കുമുള്ള ഉപദേശമാണത്. അവനവനും ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യമായാലും പാപമായാലും എന്തായാലും അവനവൻ അനുഭവിക്കണം. ആർക്ക് വേണ്ടി ഇത്രയും കടന്ന് കട്ടും മോഷ്ടിച്ചും ജനങ്ങളെ ഹിംസിച്ചും ബുദ്ധിമുട്ടിച്ചും ഇങ്ങനെ ഇന്നും നേടിയെടുക്കുന്നവർ പലരുമുണ്ട്. അവർക്ക് ഇതെല്ലാം ഓർത്താൽ കൊള്ളാം. വെറും എന്താ പറയുക, വഴിവിട്ട് പണം സമ്പാദിക്കുന്നു, വഴിവിട്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്നു, വഴിവിട്ട് ജനങ്ങളുടെ ജീവിതം വഴിയാധാരമാക്കുന്നു പലരുമില്ലേ ഈ ലോകത്തിൽ. തൽക്കാല സുഖം അവരനുഭവിക്കുന്നുണ്ട്, അനുഭവിച്ചോട്ടെ. പക്ഷേ ഇത് അവരും ഓർത്താൽ അവർക്കും നല്ലത്. ഇതോടുകൂടി തീരില്ല ജീവിതം. ഇത് ക്ഷണികമായ അധികാരഭ്രമത്തിൽപ്പെട്ട് എന്തും ചെയ്യാം, ആരെയും ഉപദ്രവിക്കാം എന്നുള്ള ധാർഷ്ട്യം അവർ ഈ വരികളിലൂടെ ഒന്ന് പോകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരോട്. താൻ അവനവൻ ചെയ്യുന്ന നിരന്തരമായ കർമ്മങ്ങൾ അവനവൻ അനുഭവിച്ചേ തീരൂ. ഈ ഒരു വരി ലോക ജനത ജീവന്മാർ ഓർത്താൽ ഇവിടെ ഇത് പുണ്യമാകുമായിരുന്നു. ഈ ലോകം പുണ്യമാകുമായിരുന്നു. ഈ ലോക ജീവിതം പുണ്യമാകുമായിരുന്നു. നമ്മുടെ ഋഷീശ്വരന്മാർ ചിട്ടപ്പെടുത്തിയ 4 നിയമങ്ങളിലൂടെ പോയിരുന്നുവെങ്കിൽ ഈ ലോക ജീവിതം പുണ്യമാകുമായിരുന്നു. ധർമ്മം, അർത്ഥം, കാമം. മറിച്ച് പറഞ്ഞ ധർമാർത്ഥ കാമ മോക്ഷം എന്തും നിങ്ങൾ ചെയ്തോളൂ, ധർമ്മത്തിലൂടെ ചെയ്യൂ. അർത്ഥമാണോ, യു ഡു ഇറ്റ് ബേസ്ഡ് ഓൺ ധർമ്മ. കാമം വേണോ, യു ഡു ഇറ്റ് ബേസ്ഡ് ഓൺ ധർമ്മ. ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് അവസാനം കിട്ടുന്നത് മോശമായിരിക്കും, കംപ്ലീറ്റ് ലിബറേഷനായിരിക്കും. ഇന്ന് നമ്മൾ ആ പരമസത്യം മറന്നു. ലോകജീവിതം ദുഃഖഭൂയിഷ്ടമായി, ദുഃഖപൂരിതമായി, നരകതുല്യമായി. അവർക്കെല്ലാം ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയതാണ്. ഇത് എന്തും ഏതും അധികാരമുള്ളവർക്ക് ചെയ്യാം, കൂടുതൽ ധനവന്മാർക്ക് എന്തും ചെയ്യാം. അവരെല്ലാം ഇതൊന്ന് പഠിക്കേണ്ടതാണ്. എന്താണ് ധർമാർത്ഥ കാമ മോക്ഷം എന്താണ്? വാൽമീകിയുടെ രാമായണം ആദ്യം ഒരുവൻ അറിഞ്ഞിരിക്കേണ്ടത് ഈ വരികളാണ്. ഈ വരികൾ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരും. ഇന്ന് പലരും നമ്മൾ കുടുംബത്തിനും നമ്മുടെ നമ്മുടെ പാർട്ടിക്കും എന്തിനും ഏതിനും വഴിവിട്ട് അനീതി ചെയ്യുന്നതൊക്കെ ഇവർക്ക് തന്നെ തിരിച്ചു വരും എന്നവരോർത്താൽ ഇവിടെ നല്ലൊരു ജീവിതം എല്ലാവർക്കും കിട്ടും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് ദി ലോ ഓഫ് നേച്ചർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാതിരി എല്ലാം വീഴുമ്പോൾ കീഴ്പോട്ട് വരുന്ന മാതിരി ഇറ്റ് ഈസ് എ ലോ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ നിയമമാണ്. ഈശ്വരനില്ല ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ചർച്ചയാണ് ഇപ്പോൾ. ചർച്ചയോട് ചർച്ച നടക്കട്ടെ. ആ ഈശ്വരൻ ഉള്ളിലുണ്ടാവുകൊണ്ടാണ് ഈ പറയുന്ന നാവ് പോലും അവൻ്റെ പൊങ്ങുന്നത്. ഇല്ലെങ്കിൽ അവൻ അതുപോലും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതല്ല ഇപ്പം നമ്മുടെ ചർച്ചാ വിഷയം. കർമ്മഫലം അനുഭവിച്ചേ തീരും. നിരക്ഷരയായ വെറുമൊരു കാട്ടാള സ്ത്രീയുടെ ഉപദേശമാണിത്. വെറുമൊരു വീട്ടമ്മയുടെ ഒരു ഉപദേശമാണ്. കൊടുങ്കാട്ടിലെ കുടിലുകളിൽ മറ്റുള്ളവരായിട്ട് ഒരു സമ്പർക്കമില്ലാത്ത ഒരു സാധാരണ സ്ത്രീയുടെ ഉപദേശമാണ്. അപ്പോൾ നമുക്ക് ഈ ഉപദേശം എല്ലാവർക്കും നമുക്ക് കൈക്കൊള്ളണം. നമ്മൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ചിന്തിക്കണം. നിരന്തരമായിട്ട് നമ്മൾ ഇന്ന് കർമ്മത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെ ഏതിനെ എന്ന് ചിന്തിക്കാതെ വെറുതെ ഒന്നും ചിന്തിക്കാതെയുള്ള ഓട്ടം. വയസ്സാകുമ്പോൾ അവശനായിട്ട് രോഗശയ്യയിൽ കിടക്കുമ്പോൾ താൻ അതോർത്താൽ നന്നായിരിക്കും. ശരീരത്തിൻ്റെ പീഡനം വേറെ, മാനസികമായി ചെയ്തു കൂട്ടിയതെല്ലാം നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഈ മനസ്സ് തന്നെയായിരിക്കും. നമ്മളെ ദുഃഖിപ്പിക്കാൻ പുറമെ ഒരു ശത്രുവും വരില്ല. ഈ ശരീരവും ഈ മനസ്സും തന്നെയാണ് നമുക്ക് ദുഃഖം തരുന്നത്. ഈ ശരീരവും ഈ മനസ്സും തന്നെയാണ് നമുക്ക് സുഖം തരുന്നത്. ഈ ശരീരവും ഈ മനസ്സും തന്നെയാണ് നമ്മളെ ആത്മപ്രാപ്തി, ആത്മബോധത്തിലെത്തിക്കുന്നതും. ദാറ്റ് ഈസ് അപ് ടു അസ്.
നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. ചെറുപ്പത്തിലെ ആ ആത്മബോധത്തിലേക്ക് ഉയരാൻ ശ്രമിച്ചാൽ വളരെ നന്നത്, ജീവിതം ധന്യമായി. അല്ല, ഇതിൽ തന്നെ കടന്ന് കെട്ടിമറിഞ്ഞ് ഒടുവിൽ പ്രാണവേദനയോടുകൂടി മരണം, ഡെത്ത് ഈസ് സർട്ടൈൻ. എല്ലാവരും മരിക്കും. പലരും ചോദിക്കുക, അപ്പോൾ ആത്മജ്ഞാനികളും ആത്മീയത്തിലൂടെ പോകുന്നവർ മരിക്കും. അവരും മരിക്കും, ഇവരും മരിക്കും. ലൗകികത്തിൽ കടന്ന് കൂത്താടി സുഖിച്ചവരും മരിക്കും. ഇതെല്ലാം ത്യജിച്ച് ആത്മബോധം കിട്ടാൻ വേണ്ടി ജീവിക്കുന്നവരും മരിക്കും. പിന്നെ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുന്നതിന് ഒരേ ഒരു ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. പൂച്ച ശത്രുക്കളെയും പിടിക്കും, തൻ്റെ കുട്ടിയെയും പിടിക്കും. കുട്ടിയെ പിടിക്കുന്നത് ഇതേ നഖം, ഇതേ പല്ലുകൊണ്ട് തന്നെയാണ് ശത്രുവിനെയും പിടിക്കുന്നത്. പക്ഷേ പിടുത്തത്തിൽ വ്യത്യാസമുണ്ട്. തൻ്റെ കുഞ്ഞിനെ പിടിക്കുന്നത് വളരെ ലോലമായിട്ട് മൃദുവായിട്ട് പിടിച്ച് ഈ കുഞ്ഞിനെ എവിടെ കൊണ്ടെത്തിക്കണോ അവിടെ കൊണ്ടെത്തിച്ച് തിരിച്ചു വരും. ശത്രുവിനെ പിടിക്കുന്നത് അർദ്ധപ്രാണനാക്കി വീണ്ടും അതിൻ്റെ മുമ്പ് ചാടിക്കളിച്ച് പിന്നെയൊന്ന് കടിക്കും, പിന്നെയൊന്ന് മാന്തും. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ നരകവേ അത്രയും വേദന അനുഭവിച്ച് അതിനെ കൊല്ലും. അപ്പോൾ 2 മരണവും ഉണ്ട് ഇവിടെ. അത് തരുന്നത് മുകളിലുള്ള ഒരു ഈശ്വരനല്ല, ഈ മനസ്സ് തന്നെയായിരിക്കും നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രാമായണ മാസത്തിൽ ഈ ചിന്തകളൊക്കെ ഒന്ന് ഉൾക്കൊണ്ട്, തത്വങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊണ്ട്, മുഴുവൻ പറ്റിയില്ലെങ്കിലും ഏറെക്കുറെ കഴിയുന്നത് ഞാൻ ഇന്ന് മുതൽ മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല എന്നൊരു പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ഈ രാമായണ മാസം ആചരിക്കാം. ഒപ്പം രാമായണം വീട്ടിൽ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഏറ്റവും നമ്മൾ ശുദ്ധിയാക്കി വയ്ക്കേണ്ടത് സ്വന്തം മനസ്സിനെയാണ്. സ്വന്തം മനസ്സ് എത്രത്തോളം ശുദ്ധിയാവുന്നു അത്രത്തോളം സുഖം അവന് കിട്ടും. എത്രത്തോളം ഇതിൽ കുപ്പ നിറച്ച് വയ്ക്കുന്നു അത്രത്തോളം അവന് ടെൻഷനും വിഷമവും എല്ലാവിധമായിരിക്കും. ഇതാണ് രാമായണം തരുന്ന സന്ദേശം. പ്യൂർ യുവർ മൈൻഡ്, മേക്ക് പ്യൂരിഫൈ യുവർ മൈൻഡ് ആൻഡ് എൻജോയ് ദി ബ്ലിസ് ഓഫ് ആത്മാ. മനസ്സിനെ ശുദ്ധിയാക്കിയിട്ട് ആ ഈശ്വരാനുഭൂതി അനുഭവിക്കൂ. ഇതാണ് രാമായണം പഠിപ്പിക്കുന്നത്. മനസ്സിനെ ശുദ്ധിയാക്കിയാൽ നമുക്ക് ആത്മാനുഭൂതി തനിയേ വരും. കാരണം ആത്മാവ് അവിടെ ഉണ്ട്, അനുഭൂതിയുണ്ട്. അതിനെ മറച്ചിരിക്കുന്നത് ഈ വൃത്തികെട്ട മനോവികാരങ്ങളാണ്. അപ്പോൾ രാമായണം ഒരു അന്ധവിശ്വാസമല്ല, ഒന്നുമല്ലാതെ അവർ പറയുന്നവർ പറഞ്ഞോട്ടെ, അവർക്ക് അതിൽ വേണ്ടെങ്കിൽ വേണ്ട. നമുക്ക് ഈ ജീവന് നമുക്ക് ആ ലക്ഷ്യം നേടണം എന്നതിൽ ഓരോരുത്തർക്കും നമുക്ക് മുന്നോട്ട് പോകാം. രത്നാകരന് വന്ന മാറ്റം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രത്നാകരൻ അങ്ങനെ മഹർഷിയായി, വാൽമീകി മഹർഷിയായി. ഓരോ ദിവസവും എത്രയെത്ര പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി യാതൊരുവിധ സഹാനുഭൂതിയും ദയയുമില്ലാതെ അവയുടെ മാംസം ഭക്ഷിച്ച് ജീവിച്ച ഈ കാട്ടാളൻ മഹർഷിയായി, വാൽമീകിയായപ്പോൾ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ? മാ നിഷാദ, മാ നിഷാദ, മാ നിഷാദ. അരുത് കാട്ടാള, അരുത്. 2 ഇണക്കിളികളെ അമ്പെയ്യാൻ നിൽക്കുന്നൊരു വേടനെ കണ്ടിട്ടല്ലേ പറയുന്നത്? അരുത് കാട്ടാള, അരുത്. ഇനി നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ഗംഭീരമായ മാറ്റം, ആ ജീവിതത്തിന് വന്ന മാറ്റം, എല്ലാറ്റിനോടും ദയവും സ്നേഹവും പ്രേമവും മാത്രമായൊരു മനസ്സ്. അതായിരിക്കും ഒരു ജ്ഞാനിയുടെ, ഒരു ജീവൻമുക്തൻ്റെ, ഒരു മഹർഷിയുടെ മനസ്സ്. നികൃഷ്ടമായ ഒരു ജീവൻ നോക്കൂ എത്ര ഉയരത്തിലെത്തി. പാപഭംഗിലമായ ഒരു ജീവൻ ഇപ്പം എത്ര ഉയരത്തിലെത്തി. വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റില്ല അവസ്ഥ. എന്തായാലും ഈ രത്നാകരനെ വാൽമീകിയാക്കിയ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെ അവരെ ഒന്നുകൂടി നമിക്കുന്നു. ഏതായാലും ആ കാട്ടാള സ്ത്രീയെ ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട്, എത്ര പറഞ്ഞാലും മതി വരുന്നില്ല അവരുടെ ആ ചെയ്തി, ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും
എൻ്റെ നമസ്കാരം.